ഈ മരിച്ച കുട്ടിയും അവരുടെ കുടുംബവും ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. നമ്മുടെ നേമത്ത് കാരയ്ക്കാവുണ്ടാവും നേമത്ത് വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ നാട്ടുകാരായിട്ടൊന്നും അങ്ങനെ വലിയ ബന്ധമൊന്നും അവർക്കില്ല. എന്നെ ചുറ്റും ഇരിക്കുന്നവരെല്ലാം ഇവിടുത്തെ നാട്ടുകാരാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ മരിച്ച കുട്ടി ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അംഗനവാടി ടീച്ചർമാരും പിന്നെ ആശാ വർക്കേഴ്സും ഒക്കെ നിരന്തരമായി ഈ വീട്ടിൽ വരാറുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഉപദേശമൊന്നും കേൾക്കുന്നതിന് വേണ്ടി അവർ തയ്യാറായില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ മരിച്ച സ്ത്രീയുടെ പിന്നെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലുള്ള ഒരു മോളാണ് അക്യൂപഞ്ചർ പഠിച്ചിട്ടുള്ള കുട്ടി. അപ്പോൾ ആ കുട്ടിയുടെ നേതൃത്വത്തിലാണ് ഈ 4ാമത്തെ പ്രസവം എടുക്കുന്നതിന് വേണ്ടി ഈ അക്യൂപഞ്ചർ പരീക്ഷിച്ചത് എന്നാണ് നാട്ടുകാരെല്ലാവരും ഇവിടെ നിന്നിപ്പോൾ അവരെല്ലാവരും പറയുന്നത്. ആരോഗ്യ പ്രവർത്തകർ പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പോലീസ് ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടായില്ല. അപ്പൊ പോലീസിന്റെ ഭാഗത്തും കൂടി ഇല്ല. പോലീസിന്റെ ഭാഗത്ത് ആരോഗ്യ പ്രവർത്തകര് പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ തന്നെ സാധാരണഗതിയിൽ ഇതൊരു കുറെ ആൾക്കാരുടെ ഒരു തെറ്റായ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ഇങ്ങനെ കുറെ ആൾക്കാർ ഇവിടെ നാട്ടുകാർ പറഞ്ഞ പോലെ പല സ്ഥലത്തും ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചില ആൾക്കാർക്ക് മരുന്ന് കഴിക്കില്ല, ഡോക്ടർമാരെ കാണില്ല, ഡോക്ടർ ഉപദേശം തേടില്ല, അവർ സ്വയം ചികിത്സിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന രീതി ആണ് ഉള്ളത്. ചില സ്ഥലങ്ങളിൽ പ്രാർത്ഥിച്ച് രോഗം ഭേദമാക്കാമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഏതെങ്കിലും ഒരു മതത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നില്ലെന്നൊന്നും നമ്മൾ എതിരൊന്നുമല്ല. പക്ഷെ അത് മനുഷ്യനെതിരായിട്ടുള്ള നിലപാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. അതാണ് ഇവിടെ ഉണ്ടായത്. ഒരു പഴഞ്ചൻ രീതികൾ പരീക്ഷിക്കുക, അതേപോലെ തന്നെ ഒരിക്കലും നമുക്ക് സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത നിലയിലുള്ള ചികിത്സാ സമ്പ്രദായം കൊണ്ടുവരിക. അതാണിത് ഉണ്ടായിട്ടുള്ളത്. ഇത് സമൂഹം ആകെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കൂട്ടരെ ഇതിനെയൊക്കെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇത് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതിനൊന്നും രാഷ്ട്രീയവും മറ്റെല്ലാ ചിന്തകളും മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യത്തിലൊരു നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതേപോലുള്ള അപകടങ്ങൾ ധാരാളം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് വളരെ ദയനീയമായിട്ടുള്ള ഒരു സംഭവമാണല്ലോ ഉണ്ടായിരിക്കുന്നത്. 4ാമത്തെ കുഞ്ഞാണ് മരിച്ചിരിക്കുന്നത്. ഒരു അമ്മയും ഒരു കുഞ്ഞും മരിച്ചിരിക്കുന്നു. തെറ്റായ ഒരു രീതി അവലംബിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പോലീസ് വളരെ ഗൗരവത്തോടുകൂടി അന്വേഷിക്കുന്നുണ്ട്. ഗവൺമെൻറ് ഇത് വളരെ കഷ്ടമായി തന്നെ കാണുകയാണ്. ഇതിപ്പോൾ പോലീസും മാധ്യമങ്ങളൊക്കെ തന്നെ പുറത്ത് കാര്യം കൊണ്ടുവന്നുകൊണ്ടാണ് ജനങ്ങൾ അറിയുന്നത്. നമ്മളെ സംസ്ഥാനത്ത് ഇതേപോലുള്ള സംഭവങ്ങൾ ധാരാളം ചിലപ്പോൾ ഉണ്ടാവുന്നുണ്ടായിരിക്കും. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും പ്രോഗ്രസീവായിട്ട് ആൾക്കാർ ചിന്തിക്കുകയും പുരോഗമനപരമായിട്ട് മാത്രം കാര്യങ്ങൾ കാണുകയും ചെയ്യുന്ന സംസ്ഥാനത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? അപ്പം അന്ധവിശ്വാസവും അനാചാരങ്ങളും ഇതേപോലുള്ള രീതികളും നമ്മുടെ മനുഷ്യന്റെ ജീവൻ എടുക്കുമെന്നുള്ള കാര്യത്തിന്റെ തെളിവാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ട കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ കർശനമായ നിലപാട് തന്നെ സ്വീകരിക്കും. അതിനുവേണ്ടിയുള്ള നിർദ്ദേശം ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. പോലീസ് വളരെ ഗൗരവത്തോടുകൂടി തന്നെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ മേലിൽ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബോധവൽക്കരണം കൂടി നമുക്ക് പൊതുസമൂഹം നടത്തേണ്ടതായിട്ടുണ്ട്. നടപടി എടുക്കുമോ? ഇത്തരം സംഭവങ്ങൾ ഈ പ്രദേശത്ത് മുൻപ് നടന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അതായത് വീട്ടിൽ തന്നെ പ്രസവം അടക്കം നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന അങ്ങയുടെ മണ്ഡലത്തിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ ഒരു മാതൃകാപരമായിട്ടുള്ള നടപടി ഈ വിഷയത്തിൽ ഉണ്ടാവും? അല്ല, ഇത് സാധാരണഗതിയിൽ നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മുൻപൊക്കെ ആണെങ്കിൽ ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പേ ആണെങ്കിൽ പ്രസവമെല്ലാം വീട്ടിൽ തന്നെ എടുക്കുക. അതിന് ആ പ്രസവം വീട്ടിൽ എടുക്കുന്നതിന് വേണ്ടി കഴിയുന്ന ആൾക്കാർ, അതിന് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ധാരാളം നാട്ടുപ്രദേശത്ത് ഉണ്ടാവാറുണ്ട്. ഇപ്പം നമുക്ക് ഒരാൾ ഗർഭം ധരിച്ചാൽ
അന്ന് മുതൽ ഏതെങ്കിലും ഡോക്ടറെ ചെന്ന് കണ്ട് ഡോക്ടറെ ഉപദേശം കൂടെ തേടിക്കൊണ്ടാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗവൺമെൻറ് ആശുപത്രി ഉണ്ട്, നല്ല 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 ചികിത്സ ലഭിക്കുന്ന ഗവൺമെൻറ് ആശുപത്രി ഉണ്ട്, നല്ല ചികിത്സ ലഭിക്കുന്ന സ്വകാര്യ ആശുപത്രികളുണ്ട്. ഇവിടെ തന്നെ നമ്മളിവിടെ ഇരിക്കുന്നതിന് ഒരു വെളിപ്പാട് അകലെയാണ് ഇവിടെ ഉള്ള ശാന്തിയുള്ള താലൂക്ക് ആശുപത്രി. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ആശുപത്രിയാണ്. അപ്പോൾ ഇത് നമുക്ക് ബലം പ്രയോഗിച്ച് നിർബന്ധമായിട്ട് പിടിച്ചുകൊണ്ട് പോകേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ട്. ഈ രോഗം വന്നിട്ട് ചികിത്സിക്കാതെ പ്രാർത്ഥന മാത്രം നടത്തി നിൽക്കുന്ന ചില സ്ഥലങ്ങളിൽ നാട്ടുകാരും അതുപോലെ തന്നെ പോലീസ് അധികാരികളും തന്നെ ബലം പ്രയോഗിച്ച് പിടിച്ചവരെ ചികിത്സയ്ക്ക് കൊണ്ടുപോയ സംഭവങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നാട്ടുകാരെ തന്നെ അവര് പുറത്തേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വിടാറില്ല. അതാണ് ഇതെല്ലാം ഒരു നിഗൂഢതയാണ്. ഇതെല്ലാം ഒരു നിഗൂഢത വച്ചു പുലർത്തുന്നവരാണ്. ഇവിടെ ഞാൻ വന്നപ്പോൾ തന്നെ അവിടുത്തെ നാട്ടുകാരെ പല കാര്യങ്ങളും വിളിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ആ നിഗൂഢത വെച്ച് പുലർത്തുന്നവരാണ്. ആ നിഗൂഢതയുടെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാരെയും അങ്ങോട്ട് അടുപ്പിക്കാത്തത്. അല്ലെങ്കിൽ ഈ ഇവിടെ ഉള്ള ആ നാട്ടുകാരെന്നെല്ലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നവരും എല്ലാ കാര്യങ്ങളിലും പിന്നെ അവരുടെ സുഹൃത്ത് ബന്ധത്തോടുകൂടി പോകുന്നവരുമാണ്. അപ്പോൾ ഈ വാടകയ്ക്ക് തന്നെ താമസിച്ചിട്ട് വളരെ നിഗൂഢമായി ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുക, പിന്നെ മറ്റാരെ അറിയിക്കാതെ കാര്യം നടത്തിക്കൊണ്ട് പോവുക, ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും സംഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് വളരെ ഗൗരവത്തിൽ തന്നെ അനധികൃതമായിട്ട് ഒരുപാട് അക്യുപഞ്ചർ സെന്ററുകൾ തുറന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രതി തിരൂർ സ്വദേശി ഒരു വ്യാജ അക്യുപഞ്ചർ ആളുടെ ശിഷ്യനാണെന്ന് പറയുന്നത്. ഇവർക്ക് ഇവിടെ ജില്ലാടിസ്ഥാനത്തിൽ ഒരു 10ഓളം കേന്ദ്രങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ ഈ കല്ലാട്ടുമുക്ക് പെട്രോൾ പമ്പിന് സമീപത്ത് തിരുവനന്തപുരത്ത് ഒരു സെന്റർ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇതിനൊക്കെ എതിരെ നടപടികൾ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. പിന്നെ ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ച കാര്യം നല്ല കാര്യം തന്നെയാണ്. അതടക്കമുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പോലീസ് അന്വേഷണം നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. നമ്മൾ പിന്നെ യഥാർത്ഥം നമ്മളെ കേരളത്തിലെ ജനങ്ങൾ ചെയ്യേണ്ടതാ, ആയുർവേദം അംഗീകരിക്കപ്പെട്ടുള്ള ചികിത്സാ സമ്പ്രദായമാണ്, ഹോമിയോപ്പതി അംഗീകരിക്കപ്പെട്ടുള്ള ചികിത്സാ സമ്പ്രദായമാണ്, അലോപ്പതി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ചികിത്സാ സമ്പ്രദായമുണ്ട്. പിന്നെ പരമ്പരാഗതമായിട്ടുള്ള ചില നാട്ടുവൈദ്യന്മാരും ഒക്കെ ഉണ്ടല്ലോ. അവരൊന്നും പരമ്പരാഗതമായിട്ടുള്ള നാട്ടുവൈദ്യന്മാരൊന്നും ചികിത്സിച്ചതിൽ ആരെങ്കിലും മരണപ്പെട്ടു എന്നൊന്നും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ ആ ചികിത്സാ രീതികളിലൊക്കെ തന്നെ ഉപേക്ഷിച്ചിട്ട് ഇപ്പം അക്യുപഞ്ചറും പിന്നെ അതും ഒരു പിന്നെ ചികിത്സാ രീതിയാണെന്ന് വാദിക്കുന്നവരുണ്ടാവാം. പക്ഷേ പിന്നെ ആ ചികിത്സാ രീതിയിലൊന്നും പിന്നെ പെടാതെ ഇത്തരം കാര്യങ്ങൾ ചെന്ന് അവരുടെ ചികിത്സാ രീതിയിൽ ചെന്ന് പെടുന്നത് ഈ അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പിന്നെ ഒരു രീതിയിലാണ്. തീർച്ചയായിട്ടും ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയും ആരോഗ്യ വകുപ്പും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും എല്ലാം കൂടെ പിന്നെ തൊഴിൽ വകുപ്പും എല്ലാം കൂടെ പിന്നെ ഒറ്റക്കെട്ടായി ഇടപെട്ടുകൊണ്ട് ഈ അംഗീകാരമില്ലാതെ ഇത്തരം ചികിത്സാ കേന്ദ്രങ്ങൾ ഏതെല്ലാം പ്രദേശത്ത് നടത്തുന്നുണ്ടെന്ന് സംബന്ധിച്ചിടത്തോളം ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധന നടത്തേണ്ടതായിട്ട് ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെന്റ് ആ കാര്യത്തിൽ ഒരു അല്ല ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിവരങ്ങൾ കിട്ടിയ ശേഷം മാത്രമല്ലോ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് തീരുമാനിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്തായാലും ഇത്തരം കാര്യങ്ങൾക്ക് ഗവൺമെന്റ് എതിരാണ്. ഗവൺമെന്റ് ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം കർശനമാണ്. അപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മേലിൽ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും. ആ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം കള്ളനാണയങ്ങളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഗവൺമെന്റ് നടത്തും.